സ്നേഹവന്ദനങ്ങൾ. പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഉച്ചകഴിഞ്ഞ് ഞാൻ കണ്ട ഒരു വാർത്തയാണ് ഇന്നത്തെ നമ്മുടെ പാഠത്തിൻ്റെ ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത്. ഗുജറാത്തിൽ നടന്ന ഒരു സംഭവമാണ്. വളരെ വിചിത്രമാകുന്ന ഒരു വാർത്ത. ഗുജറാത്തിലെ ബറോഡയിൽ ഇന്നത്തെ വധൂവര 2 പ്രേതങ്ങൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നു. എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ അല്പം കൗതുകം തോന്നി. മാതൃഭൂമി പത്രത്തിൻ്റെ ഓൺലൈൻ പോർട്ടലിലാണ് ആ വാർത്ത കണ്ടത്. സംശയം തീർക്കാൻ വേണ്ടി ഞാൻ നാഷണൽ മീഡിയാസിൽ 1-2 എണ്ണത്തിൽ കൂടെ ചെക്ക് ചെയ്തു. അപ്പോൾ ടൈംസ് നൗ ന്യൂസ് ഇംഗ്ലീഷ് ആ ഒരു പോർട്ടലിലും അതേ വാർത്ത തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ഗുജറാത്തിലെ ബറോഡയിൽ 2 പ്രേതങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പ്രേതങ്ങൾക്കെതിരെ കേസെടുക്കാൻ കാരണം എന്തെന്നറിയാമോ? ഞാൻ ടൈംസ് നൗ news.com നിന്ന് ആ വാർത്ത ഞാൻ വായിച്ചത്. അതിൻ്റെ ചെറിയ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. 35 വയസ്സുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വഡോദരയിലുള്ള ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് ഓടിച്ചെന്നു. എന്നിട്ട് അദ്ദേഹം കംപ്ലൈൻറ്റ് കൊടുത്തു. തൻ്റെ കൃഷിയിടത്തിൽ വെച്ച് ഒരു കൂട്ടം പ്രേതങ്ങൾ തന്നെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ചും അതിൽ 2 പ്രേതങ്ങൾ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കണം. വിവരങ്ങളിലേക്ക് ഞാൻ അവസാനം വരാം. എന്നാൽ ഒരു ചെറിയ ചോദ്യം പ്രേക്ഷകരുടെയൊക്കെ മനസ്സിൽ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം. ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ പാഠഭേദത്തിൽ നാം അതാണ് ചിന്തിക്കാൻ പോകുന്നത്. പ്രേതങ്ങളുണ്ടോ? പ്രേതങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ സയൻറ്റിഫിക് യുഗത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന കാര്യമാണോ? എന്താണ് പ്രേതങ്ങൾ? എന്താണ് ഭൂത ആത്മാക്കൾ? ഇതിലൊക്കെ വല്ല വാസ്തവമുണ്ടോ? ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ വെറും സാങ്കല്പിക കഥകളാണ്, അല്ല എങ്കിൽ അന്ധവിശ്വാസങ്ങളാണ്, പ്രേതവും ഭൂതവും ഒന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന അനേക ആളുകളുണ്ട്. ദൈവത്തിൻ്റെ വചനം ബൈബിളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ, യേശു തൻ്റെ ശിഷ്യന്മാരുമൊക്കെ അശുദ്ധാത്മാക്കളെ, ഭൂതങ്ങളെ പുറത്താക്കിയ സംഭവങ്ങൾ നമുക്ക് കാണുവാനിടയായിത്തീരും. അപ്പോൾ വേദപുസ്തകം അത് പഠിപ്പിക്കുന്നുണ്ട്. ഭൂതങ്ങളുണ്ടെന്നും പ്രേതങ്ങളുണ്ടെന്നും ഒക്കെയുള്ളൊരു സങ്കല്പം വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥത്തിലുള്ള യുദ്ധം മനുഷ്യനുമായിട്ടൊന്നുമല്ല, സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാ സൈന്യവുമായിട്ട്, കാണാത്ത ശക്തികളുമായിട്ട്, അദർശ ശക്തികളുമായിട്ടാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന ആളുകൾ പോലും പലരും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അവർക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസമില്ല. ഭൂതങ്ങളില്ല, പ്രേതങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ പോലുമുണ്ട്. ഭൂതങ്ങളില്ല, പ്രേതങ്ങളില്ല എന്ന് ചിന്തിക്കുന്ന പെന്തക്കോസുകാർ പോലുമുണ്ട്. അങ്ങനെയുള്ള പലരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അല്പസമയം കൊണ്ട് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതും എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതുമാകുന്ന ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കി നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. നാം കാണുന്നൊരു ദൃശ്യലോകമുണ്ടല്ലേ? മരങ്ങളും മലകളും ആ പുഴയുമൊക്കെ ഒഴുകുന്ന മനോഹരമാകുന്ന നമ്മുടെ ലോകം, ആ വലിയ പട്ടണം, തിരകളടിക്കുന്ന ആ കടൽ തീരം, അല്ലേ? നമുക്ക് ചുറ്റും കാണുന്നൊരു ലോകം, അതിനെ നമുക്ക് ദൃശ്യലോകമെന്ന് വിളിക്കാം. ഈ ദൃശ്യലോകത്തിൽ അനേക ജീവികളുണ്ട്. മനുഷ്യനുണ്ട്, മൃഗങ്ങളുണ്ട്, പറവകളുണ്ട്, കടലിലെ ജീവികളുണ്ട്, കരയിലെ ജീവികളുണ്ട്. അനേക ജീവികൾ ഈ ദൃശ്യലോകത്തുണ്ട്. ഇതുപോലെ തന്നെ ഒരു അദർശലോകമുണ്ട്. അദർശലോകമെന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ലോകമെന്നാണ് അതിൻ്റെ അർത്ഥം. കാണാൻ പറ്റാത്തൊരു ലോകമുണ്ടോ? ഉണ്ടെങ്കിൽ ആ അദർശ ലോകത്തിൽ ആരാണുള്ളത്? ഇതൊരു വലിയ ചോദ്യമാണ്. അങ്ങനെ ഒരു അദർശ ലോകമുണ്ടോ? നമ്മൾ മുമ്പ് പറഞ്ഞ കഥാപാത്രങ്ങൾ, ഈ ഭൂതവും പ്രേതവും ഒക്കെ ഈ അദർശ ലോകത്തിലെ കഥാപാത്രങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്, കാണാൻ പറ്റാത്ത ലോകത്തിലെ കഥാപാത്രങ്ങളായിട്ട്. അപ്പോൾ തന്നെ ചിലരൊക്കെ പറയും, നമുക്ക് കാണാൻ പറ്റാത്തതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാണാൻ പറ്റാത്തത് നമ്മളെങ്ങനെ വിശ്വസിക്കുന്നത്? കാണുന്നതല്ലേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഭൂതങ്ങളും പ്രേതങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെന്താണ് തെളിവ്? കാണാൻ പറ്റുന്നില്ല, അവയുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒന്നും തെളിയിക്കപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ അദർശ ലോകത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ശക്തികളുള്ളത്? എങ്ങനെ നമുക്കത് വിശ്വസിക്കുവാൻ കഴിയും? ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമുക്കെല്ലാം കാണാനുള്ള കഴിവ് നമ്മുടെ കണ്ണുകൾക്കില്ല. എല്ലാം കേൾക്കാനുള്ള ശക്തി നമ്മുടെ ചെവിക്കില്ല.
ഉദാഹരണം പറഞ്ഞാലേ, നമ്മുടെ കണ്ണിന് ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാം കാണാനുള്ള ശക്തി നമ്മുടെ കണ്ണിനില്ല. ഈ അന്തരീക്ഷത്തിലുള്ള പല കിരണങ്ങളെയും നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് അൾട്രാ വയലറ്റ് റേ നമുക്ക് കാണാൻ പറ്റുമോ? അല്ല എങ്കിൽ എക്സ്റേ എന്ന് പറയുന്ന ഒരു കിരണം, അല്ലേ? എക്സ്റേ കിരണത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുമോ? കാണാൻ കഴിയുകയില്ല. കാണാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതവിടെ ഇല്ലെന്നല്ല, അതവിടെ ഉണ്ട്. പക്ഷേ നമ്മുടെ കണ്ണിനെ അത് കാണുവാൻ തക്കോണമല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, രാത്രിയിൽ കാണാനുള്ള കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് കുറവാണ്. എന്നാൽ ചില മൃഗങ്ങൾക്ക്, പൂച്ചകൾക്കും മറ്റും രാത്രിയിൽ നന്നായിട്ട് കണ്ണ് കാണാം. കാരണം എന്താ? ആ പൂച്ചയുടെ കണ്ണിനെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നൈറ്റ് വിഷന് വേണ്ടി. കാരണം അത് രാത്രിയിൽ കൂടുതൽ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ പൂച്ചയുടെ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ കണ്ണിൻ്റെ കളർ വ്യത്യസ്തമാണ്. അതിൻ്റെ കാരണം കണ്ണിലുള്ള റോഡ് സെൽസും കോൺ സെൽസിനെയും ഒക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല സ്കൂളുകളിലൊക്കെ. ആ അപ്രകാരമുള്ള കോശങ്ങളാണ് നിർണ്ണയിക്കുന്നത് നമ്മുടെ കണ്ണുകളുടെ ക്ഷമത. പകൽ വെളിച്ചത്തിലാണോ രാത്രിയിലാണോ നമുക്ക് കാഴ്ച കൂടുതൽ കിട്ടേണ്ടതെന്ന് അപ്രകാരമുള്ള സെൽസ് അല്ലെങ്കിൽ കോശങ്ങളാണ് നിർണ്ണയിക്കുന്നത്. പൂച്ചകൾക്ക് രാത്രിയിൽ കാണാം, പക്ഷെ മനുഷ്യന് കാണാൻ കഴിയില്ല. കാരണം പൂച്ചയുടെ കണ്ണിനുള്ള ആ പ്രത്യേക കഴിവ്, ആ ക്ഷമത മനുഷ്യൻ്റെ കണ്ണുകൾക്കില്ല. മനുഷ്യനെ പകൽ സഞ്ചരിക്കുവാനും പകൽ ജീവിക്കുവാനുമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, എല്ലാ ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. എല്ലാ ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദ തരംഗങ്ങളുടെ ഒരു പരിധിയുണ്ട്. 20 മുതൽ 20,000 ഹെർട്സ് വരെ നമ്മൾ സ്കൂളുകളിലൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ തരംഗ ദൈർഘ്യമുള്ള, അതിൻ്റെ താഴെയുള്ള ആ ശബ്ദ തരംഗങ്ങളെ നമ്മുടെ കാത് കേൾക്കുകയില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ കാതിനെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ചില മൃഗങ്ങൾ, അവയ്ക്ക് കേൾക്കാൻ പറ്റും. ആനകൾ തമ്മിൽ സംസാരിക്കുന്നത് മനുഷ്യന് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ആനയുടെ ശബ്ദം പോലും മറ്റൊരാന തിരിച്ചറിയുന്നു. കാരണം ആ ആനയുടെ ശബ്ദ തരംഗങ്ങൾ മനുഷ്യന് കേൾക്കാൻ പറ്റുകയില്ലെങ്കിലും മറ്റാനകൾക്ക് കേൾക്കാൻ കഴിയുന്നത് പോലെയാണ് അതിൻ്റെ കാതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശ്വാന വിസിലെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പട്ടികളെ ട്രെയിൻ ചെയ്യുന്നതോട് ഉപയോഗിക്കുന്ന വിസിൽ. അതിൽ നിന്ന് വരുന്ന ശബ്ദം മനുഷ്യന് കേൾക്കാൻ പറ്റുകയില്ലെങ്കിലും പട്ടിക്ക് കേൾക്കാൻ പറ്റും. കാരണം എന്താ? കാരണം അതിൻ്റെ കാതുകൾക്ക് ആ പ്രത്യേക തരംഗ ദൈർഘ്യമുള്ള ശബ്ദത്തെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. എത്ര ഉദാഹരണങ്ങൾ വേണം? പട്ടിക്കൊരു പ്രത്യേകതയില്ലേ? അതിന് മണം പിടിക്കാൻ കഴിയും. 2-3 ദിവസം മുമ്പ് ഇതിലൂടെ പോയതാരാണെന്നൊരു പട്ടി പറയും. അതുകൊണ്ടല്ലേ പട്ടിയെ പോലീസിലെടുക്കുന്നത്, പോലീസിനായി. പട്ടിയുടെ ആ കഴിവ് കൊണ്ടാണ്. ഒരു കുറ്റകൃത്യം നടന്നാൽ ആ സ്ഥലത്ത് 2 ദിവസം മുമ്പ് ആരാ വന്നത്, മണം പിടിച്ചു പോകുന്ന പട്ടി. മനുഷ്യന് ആ കഴിവുണ്ടോ? ആ കഴിവൊക്കെ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മണം പിടിച്ച് കണ്ടുപിടിച്ചതിനെയും 2 ദിവസം മുമ്പ് അതിലൂടെ ആര് പോയെന്ന്. ദൈവം ആ കഴിവ് മനുഷ്യന് കൊടുത്തില്ല. മനുഷ്യനില്ലാത്ത ഒരു കഴിവ്, വളരെ നേർത്ത ആ മണം, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ പർട്ടിക്കുലർ സ്മെല്ല് വളരെ നേർത്തതാണ്, അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നും പോയതാണ്. അതുപോലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അസാധാരണമാകുന്ന കഴിവ്. പട്ടിയുടെ ആ ഇന്ദ്രിയം എത്ര ക്ഷമതയുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, നമ്മുടെ കണ്ണിനെല്ലാം കാണാൻ പറ്റത്തില്ല, നമ്മുടെ ചെവിക്കെല്ലാം കേൾക്കാൻ പറ്റത്തില്ല, നമ്മുടെ മൂക്കിന് എല്ലാം മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക്, അവയുടെ ക്ഷമതയ്ക്ക് ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ മൃഗങ്ങൾക്ക് അങ്ങനല്ല. പല മൃഗങ്ങൾക്കും മനുഷ്യനെക്കാട്ടിലും ഈ കഴിവുകളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതിൽ പട്ടിക്ക് ശ്വസിക്കുവാൻ, മണക്കുവാൻ, അല്ലേ, ചില ശബ്ദങ്ങൾ കേൾക്കുവാൻ. അതുകൊണ്ടല്ലേ ചിലപ്പോഴൊക്കെ പട്ടി രാത്രിയിൽ ഓരിയിടുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷെ പട്ടി വളരെ ശക്തമായിട്ട് ഓരിയിടുകയാണ്. അപ്പോൾ ആളുകൾ പറയും അതെന്തോ കണ്ടിട്ട് ഓരിയിടുകയാണ്. എന്താ കാരണം? നമുക്ക് കാണാൻ പറ്റിയില്ല, നമുക്ക് കേൾക്കാൻ പറ്റാത്തത് എന്തോ പട്ടി കണ്ടു. അതുകൊണ്ടാണ് പട്ടി ബഹളം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പട്ടി ഓരിയിടുന്നത്. അപ്പോൾ നമുക്ക് കാണാത്ത പലതുമുണ്ട്. പുള്ളിക്കാരി മനസ്സിലാക്കണം, നമുക്ക് കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതില്ലെന്നല്ല. നമുക്ക് കേൾക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ അതില്ലെന്നല്ല. നമ്മുടെ കണ്ണിനും നമ്മുടെ കാതിനുമൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തൊരു ലോകമുണ്ട്.
ആ ലോകത്തെക്കുറിച്ചാണ് ഞാൻ അദർശലോകമെന്ന് പറഞ്ഞത്. ഈ അദർശലോകത്തിൽ ആരാണുള്ളത്? മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഈ ഭൂതശക്തികൾ, അശുദ്ധാത്മാവിൻ്റെ ശക്തികൾ അല്ല എങ്കിൽ സ്വർഗദൂതന്മാർ കാണാൻ പറ്റുകയില്ല നമുക്ക്. അവരൊക്കെ ഉള്ളത് ഈ ആദർശലോകത്താണ്. ആദർശലോകത്ത് കേവലം ഇരുട്ടിൻ്റെ ശക്തികൾ, ഭൂതപ്രേതാദികൾ എന്നൊക്കെ വിളിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാത്രമല്ല ആദർശലോകത്തുള്ളത്. ദൈവദൂതന്മാരുണ്ട്. കാണുവാൻ കഴിയുന്നില്ല. കാരണം ഈ കണ്ണിന് അത് കാണാനുള്ള ക്ഷമതയില്ല, അത് കാണാനുള്ള പ്രാപ്തിയില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ചില സന്ദർഭങ്ങളിൽ ആദർശലോകം കാണാൻ വേണ്ടി ദൈവം മനുഷ്യൻ്റെ കണ്ണുകളെ തുറന്നിട്ടുണ്ട്. ബിലിയാം എന്ന് പറയുന്നൊരു പ്രവാചകന്റെ കഥ നമുക്കറിയാം. ബിലിയാമിൻ്റെ കഴുത മുൻപിൽ ദൂതൻ നിൽക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു? വഴിമാറിപ്പോയി. ബിലിയാമിൻ്റെ കഴുതയുടെ കണ്ണ് ദൈവം തുറന്നെന്നല്ല പറയുന്നത്, ബിലിയാമിൻ്റെ കഴുതയ്ക്ക് ദൂതനെ കാണാൻ കഴിയുമായിരുന്നു. കാരണം മനുഷ്യനില്ലാത്തൊരു കഴിവ് ആ മൃഗത്തിനുണ്ടായിരുന്നു. എന്നാൽ ബിലിയാമിന് അവിടെ ദൂതൻ നിൽക്കുന്നത് കാണുവാൻ കഴിവില്ലായിരുന്നു. കാരണം അദർശലോകം കാണാനുള്ള കഴിവ് ബിലിയാമിനില്ലായിരുന്നു. എന്നാൽ അവൻ്റെ കഴുതയുടെ കണ്ണുകൾ ആ ദൂതനെ കണ്ടു. കഴുത വഴിമാറിപ്പോയി. അവിടെ നടന്ന അത്ഭുതം, ബിലിയാമിൻ്റെ കഴുതയുടെ കണ്ണ് തുറന്നെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ബിലിയാമിനോട് സംസാരിപ്പാൻ വായ് തുറന്നു. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, ബിലിയാമിനോട് സംസാരിപ്പാൻ കഴുതയുടെ വായ് തുറന്നു. കഴുതയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇന്ദ്രിയം സംസാരിക്കുവാൻ അതിന് കഴിയുന്നില്ല. പക്ഷേ മനുഷ്യനെക്കാട്ടിൽ കൂടുതൽ അത് കാണുവാനുള്ള കഴിവുള്ളതുണ്ട്. ബിലിയാമിന് കാണാൻ കഴിയാത്ത കാഴ്ച ആ കഴുത കാണുകയാണ്. ബിലിയാമിന് ആ ദൂതനെ കാണണമെങ്കിൽ ദൈവം അവൻ്റെ കണ്ണിനെ തുറക്കണം. എലീശയുടെ ഒരു അനുഭവം നമുക്കറിയില്ലേ? എലീശ പാർത്ത മലയെ ശത്രുവിൻ്റെ സൈന്യം വന്ന് വളഞ്ഞു കഴിഞ്ഞപ്പോൾ എലീശയുടെ ശിഷ്യൻ ആ ശത്രുവിൻ്റെ സൈന്യത്തെ കണ്ട് പരിഭ്രമിച്ച് കരയുമ്പോൾ എലീശ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൻ്റെ കണ്ണുകളെ തുറക്കുവാൻ. കണ്ണുകൾ തുറന്നു കഴിഞ്ഞപ്പോൾ എലീശയുടെ ശിഷ്യൻ കാണുന്നത് ആ പർവ്വതം മുഴുവൻ അഗ്നിമയ രഥങ്ങളെ കൊണ്ട്, അഗ്നി അശ്വങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സ്വർഗദൂതന്മാർ. അപ്പോൾ സ്വർഗദൂതന്മാർ അവിടെ ഉണ്ടെന്നുള്ളത് എലീശയ്ക്ക് അറിയാം. പക്ഷെ തൻ്റെ ദാസന്, തൻ്റെ ശിഷ്യൻ അത് കാണുവാൻ കഴിയുന്നില്ല. കാരണം അവൻ്റെ ആക്ഷേരിക കണ്ണുകൾക്ക് അതിനുള്ള കഴിവില്ല. ദൈവം ഒരു നിമിഷത്തേക്ക് ആ കണ്ണുകളെ ഒന്ന് തുറന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുവാനിടയായി തീർന്നത്. അപ്പോൾ അദൃശ്യ ലോകത്ത് ഇങ്ങനെയുള്ള അനവധി ശക്തികൾ, നമുക്ക് കാണാൻ പറ്റാത്ത ശക്തികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതില്ലെന്നല്ല, കേട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതില്ലെന്നല്ല. നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് എല്ലാം നമുക്കറിയാൻ പറ്റുന്നില്ല, എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പാഠം കൺക്ലൂഡ് ചെയ്യുകയാണ്. പുതിയ നിയമം നാം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത, യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുവാൻ തുടങ്ങി. ഒത്തിരി വാക്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. അവൻ കപർന്നഹൂമിലെ സിനഗോഗിൽ എത്തിയപ്പോൾ ആ സിനഗോഗിൽ ഒരു ദുഷ്ട ശക്തിയെ പുറത്താക്കി. പരീശന്മാർ അത് കണ്ട് അത്ഭുതപ്പെട്ടു. എത്ര അധികാരത്തോടുകൂടി ഇവൻ ഭൂതങ്ങളോട് പുറത്തു പോകാൻ കൽപ്പിക്കുന്നെന്ന് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായ ചില പരാമർശങ്ങളുണ്ട്. യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടപ്പോൾ ആ കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞു, ഇതെന്തൊരു പുതിയ ഉപദേശം, ഇറ്റ്സ് എ ന്യൂ ഡോക്ട്രിൻ എന്നാ പറഞ്ഞത്. എന്തെങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? അന്ന് വരെ ആളുകൾ ആരും ഒരു മനുഷ്യൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടിട്ടില്ല. പഴയ നിയമത്തിൻ്റെ താളുകൾ മുഴുവൻ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കുക. പഴയ നിയമത്തിൻ്റെ താളുകൾ എവിടെയെങ്കിലും ആരെങ്കിലും ഭൂതങ്ങളെ പുറത്താക്കി എന്നൊരു വാക്യം നിങ്ങൾക്ക് കാണാനിടയായി തീരുമോ? ഒത്തിരി പ്രവാചകന്മാർ പഴയ നിയമത്തിലില്ലേ? പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്നത് ദാവീദ് ശൗലിന് വേണ്ടി കിന്നരം വായിച്ച കഥയായിരിക്കും അല്ലേ? അശുദ്ധാത്മാവ് ശൗലിൻ്റെ മേൽ വന്നപ്പോൾ ദാവീദ് അവന് പോയി കിന്നരം വായിച്ച ആ കഥയായിരിക്കും ഓർമ്മ വരുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദാവീദ് അവിടെ ഭൂതത്തെ പുറത്താക്കിയില്ല, മറിച്ച് കിന്നരം വായിക്കുമ്പോൾ ശൗലിനൊരു ആശ്വാസം തോന്നി എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ശാന്തി തോന്നി. ഭൂതം അപ്പോഴും അവൻ്റെ അകത്ത് തന്നെയുണ്ട്, ആ അശുദ്ധ ശക്തി അവൻ്റെ അകത്ത് തന്നെയുണ്ട്. ഭൂതത്തെ പുറത്താക്കിയില്ല. ഇപ്പൊ പഴയ നിയമത്തിലൊന്നും കാണാത്തൊരു ശുശ്രൂഷ യേശു ശുശ്രൂഷിക്കുവാൻ തുടങ്ങിയപ്പോൾ ആരംഭിച്ചു. യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോഴൊക്കെ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം. അതോടൊപ്പം തന്നെ യേശു മൂന്നാമത് പറഞ്ഞൊരു കാര്യമാണ് ഭൂതങ്ങളെ പുറത്താക്കണം. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ, ന്യൂ ടെസ്റ്റ്മെന്റിൽ, പുതിയ നിയമസഭയിൽ വെളിപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്
ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ. എന്തുകൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കേണ്ടത്? ഒത്തിരി വലിയ വിഷയമാണ് കേട്ടോ. അല്ലെങ്കിൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കേണ്ടത്. എനിക്ക് 4-5 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞു തരുവാൻ ബുദ്ധിമുട്ടാണ്, കഴിയില്ല. മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ടോ മറ്റോ ചർച്ച ചെയ്താൽ അത് നല്ലതാണെന്ന് എനിക്ക് ആഗ്രഹങ്ങൾ പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ഞാൻ സമറൈസ് ചെയ്ത് പറയാം. പല രോഗങ്ങളും വേദപുസ്തകത്തിൽ നാം കാണുന്നു. അത് ഭൂതങ്ങൾ അല്ലെങ്കിൽ അശുദ്ധാത്മാക്കൾ അവയുടെ പ്രവൃത്തി മൂലമായിരുന്നു ഉണ്ടായിരുന്നത്. യേശു ചില അശുദ്ധാത്മാക്കളെ പുറത്താക്കിയപ്പോൾ ഊമനായവൻ സംസാരിച്ചു. അവൻ ഇന്ന് വരെ എന്തുകൊണ്ടാണ് ഊമനായിരിക്കുന്നത്? അവൻ്റെ അകത്തൊരു അശുദ്ധാത്മാവുണ്ട്, അതുകൊണ്ടാണ്. ആ അശുദ്ധാത്മാവ് പുറത്തു പോയപ്പോൾ അവൻ സംസാരിച്ചു. കൂനിയായൊരു സ്ത്രീ സിനഗോഗിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. അവളുടെ മേലൊരു രോഗാത്മാവ് അല്ലെങ്കിൽ ഒരു അശുദ്ധാത്മാവ്. യേശു അതിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവൾ നിവർന്നു. എൻ്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുണ്ട്, ചെവി കേൾക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടി ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ നടുവിൽ വെച്ച് അവളുടെ അകത്തു നിന്ന് പൈശാചിക ശക്തി പുറത്തു വന്നിട്ട്, ഭൂതാത്മാവ് പുറത്തു വന്നിട്ട് അത് നിലവിളിച്ചുകൊണ്ട് അവളെ വിട്ടുപോയി. അവളെ ആ അന്ധകാര ശക്തി വിട്ടുപോയ ശേഷം അവള് വിളിച്ചു പറയാൻ തുടങ്ങി, എനിക്കിപ്പം ചെവി കേൾക്കാം. നാളുകളായിട്ട് ചെവി അടഞ്ഞിരുന്ന ഒരു സഹോദരിയുടെ ചെവി എങ്ങനെ തുറന്നു? ആ ദുഷ്ടശക്തി വിട്ടുപോയപ്പോൾ. അപ്പോൾ പിശാച് അല്ലെങ്കിൽ ഭൂതം അല്ലെങ്കിൽ അശുദ്ധാത്മാവ്, പേരെന്ത് നിങ്ങൾ വിളിച്ചോ, പ്രേതം എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ആത്മാക്കളല്ല കേട്ടോ. അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകളുണ്ട്. ഇതെല്ലാം ഒരു കാറ്റഗറിയാ. ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് വേദപുസ്തകത്തിൽ വിളിക്കുന്ന പേരാണ് അശുദ്ധാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ്, ഭൂതാത്മാവ്. അതിനെയാണ് യേശു പുറത്താക്കിയത്. അതിനെ പുറത്താക്കാനുള്ള അധികാരമാണ് യേശു ശിഷ്യന്മാർക്ക് കൊടുത്തത്. പുതിയ നിയമ ശുശ്രൂഷയുടെ ഒരു അധികാരമാണ്. അന്ധകാര ശക്തിയെ നോക്കി പുറത്തു പോകുവാൻ കൽപ്പിക്കാനുള്ള അധികാരം. ദാവീദ് ചെയ്തതുപോലെ ശാന്തമാക്കുവല്ല, ഭൂതശാന്തിയല്ല, ഭൂതത്തെ ഇങ്ങനെ ഉറക്കിക്കിടത്തുന്ന പരിപാടി, ശാന്തമാക്കുന്ന പരിപാടിയല്ല പുതിയ നിയമസഭയുടെ ശുശ്രൂഷ. പിന്നെ എന്താണെന്നറിയാമോ? അധികാരത്തോടെ അതിനോട് പുറത്തു പോകാൻ പറയുന്ന. അന്നത്തെ കാലത്ത് പരീക്ഷന്മാർ പറഞ്ഞു ഇതൊരു പുതിയ ഡോക്ടറിനാണ്. കാരണം അന്ന് വരെ അവരത് കണ്ടിട്ടില്ല. അന്ന് വരെ അങ്ങനെ ഒരു ശുശ്രൂഷ അവർ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അദർശ ലോകത്തെ ശക്തികളെക്കുറിച്ച്, കാണാത്ത ലോകത്തെ ശക്തികളെക്കുറിച്ചാണ്. അവ ചിലപ്പോഴൊക്കെ രോഗങ്ങളുണ്ടാക്കും, ചിലപ്പോഴൊക്കെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കും, ചിലപ്പോഴൊക്കെ ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടാക്കും. എല്ലാ മാനസിക രോഗങ്ങളും ഭൂതങ്ങൾ നിമിത്തമല്ല വരുന്നത്. എന്നാൽ ചില മാനസിക രോഗങ്ങൾ, ചില ഡിപ്രഷന്, ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ പൈശാചിക ശക്തികളുടേതാകുന്ന പ്രവൃത്തികളുണ്ട്. അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധാത്മാക്കളുടെ പ്രവൃത്തികൾ. മാത്രമല്ല ചില സ്വഭാവങ്ങൾ, ചില വ്യക്തികളുടെ ചില സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ചില പൈശാചിക ശക്തികൾ അവരുടെ അകത്ത് ഉള്ളത് കൊണ്ടാണ് അവർ ആ സ്വഭാവത്തിൽ അടിമയായി ജീവിക്കുന്നത്. ആ സ്വഭാവത്തെ അവരിൽ നിക്ഷേപിച്ച ഭൂതശക്തി വിട്ടുപോകുമ്പോൾ, അശുദ്ധാത്മ വിട്ടുപോകുമ്പോൾ ആ വിഷയത്തിൽ അവർ വലിയ വ്യത്യാസമുള്ളവരായിത്തീരുന്നു. ചില ദുരാത്മാക്കൾ, അതുപോലെ തന്നെ ചില രോഗങ്ങൾ, പല കാര്യങ്ങളുണ്ട്. അത് പുറത്തു പോകുമ്പോൾ ആ വ്യക്തി പൂർണ്ണമായിട്ടും സൗഖ്യമുള്ള വ്യക്തിയായിത്തീരുന്നു. മാനസിക രോഗം അല്ലേ, ഞാൻ മുമ്പേ പറഞ്ഞു, മാനസിക രോഗമാണെങ്കിൽ മരുന്ന് ഉപയോഗിച്ചാൽ മാറും. എന്നാൽ ഒരു അന്ധകാര ശക്തി ഒരു വ്യക്തിയുടെ അകത്തിരിക്കുന്ന ഒരു പ്രതിഭാസമാണെങ്കിലോ, ഞാൻ പിന്നെ ആവർത്തിക്കട്ടെ, ആദർശ ലോകം നമുക്ക് കാണാൻ കഴിയാത്ത ലോകം. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് പോലും അറിയില്ല. അവിടെയുള്ള ശക്തികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഇല്ലെന്നല്ല, നമ്മുടെ കണ്ണുകൾക്ക് അതിനുള്ള ശക്തിയില്ലെന്ന അർത്ഥം. നമുക്കത് കേൾക്കാൻ പറ്റുന്നില്ല. ആദർശ ലോകത്തിലെ ശബ്ദ തരംഗങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലെന്നാണ് അർത്ഥം. അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും പലരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ശക്തികളാണ് പല പ്രശ്നങ്ങളും വരുത്തുന്നത്. എല്ലാമാണെന്ന് ഞാൻ പറഞ്ഞില്ല, എല്ലാ രോഗവും ഭൂതം കൊണ്ടുവരുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാ മാനസിക പ്രശ്നങ്ങളും, എല്ലാ സ്വഭാവങ്ങളും സാത്താന്യ ശക്തികൾ കൊണ്ടുവരുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ല. ചിലതെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്. നമ്മളിപ്പം ഗുജറാത്തിലെ കഥ കേട്ടില്ലേ? ആ ഗുജറാത്തിലെ കഥയിലെ ആ 35 വയസ്സുകാരൻ, അവനുള്ള പ്രശ്നം അപ്രകാരമുള്ളൊരു പ്രശ്നമാണ്. ഒരു പൈശാചികമാകുന്ന ആക്രമണമാണ് അവനുള്ളത്. പാവം, അവൻ അറിയുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പോയ പോലീസുകാർക്ക് ഭൂതത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ലെന്ന്. അവൻ സത്യത്തിൽ പോലീസ് സ്റ്റേഷനിലല്ല പോകേണ്ടത്. അവനൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നാൽ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഭൂതശക്തിയെ ദൈവദാസന്മാർ അറസ്റ്റ് ചെയ്യും, ദൈവദാസന്മാർ ബന്ധിക്കും, അവനെ കൊല്ലുമെന്ന്. ചിലരൊക്കെ പറയാറുണ്ട്, പാസ്റ്ററെ പൈശാചിക ശക്തികൾ എന്നെ കൊല്ലുമെന്നൊക്കെയാണ് വെല്ലുവിളിക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ പുറകെയാണ്. പോലീസിനോ മറ്റാർക്കോ
ആ ഒരു ആക്രമണകാരിയെ, ആ ഒരു കൊലപാതകിയെ, അല്ലേ, എത്രയോ കൊലപാതകങ്ങൾ പിശാച് അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ നടത്തിയിട്ടുണ്ട്. അതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അവൻ ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസുകാരൊരു കേസ് എടുത്ത് കേട്ടോ. ഇനി ഞാൻ പറയാം കേസിൻ്റെ കഥ. പോലീസുകാർ എന്തിനാ കേസെടുത്തെന്ന് അറിയാമോ? നിങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ, ബറോഡ പോലീസുകാർ മണ്ടന്മാരാണ്, അതുകൊണ്ടാണ് കേസെടുത്തത്. അവരത് വിശ്വസിച്ചതുകൊണ്ടാണ് കേസെടുത്തത്. ഈ മനുഷ്യൻ എന്ത് ചെയ്താലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ റെഡിയല്ല. പോലീസുകാർക്ക് മനസ്സിലായി ഇവൻ എന്തോ പ്രശ്നമുണ്ട്. അവർ ചിന്തിച്ചു ഇവൻ മാനസിക രോഗിയാണ്. അപ്പോൾ എങ്ങനെങ്കിലും ഇവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടണം. അതുകൊണ്ട് അവൻ്റെ കേസ് എഴുതിയെടുത്തു. ആ കേസ് ഫയൽ ചെയ്തിട്ട് പറഞ്ഞു, ഓക്കെ, നിന്റെ കേസ് എഴുതിയെടുത്തു, നിൻ്റെ കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് അവനെ ആ പേപ്പറും കടലാസും എല്ലാം കാണിച്ച ഡോക്യുമെൻ്റ് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കേസ് സ്വീകരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് നീ തിരിച്ചു പോയെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് തിരിച്ചയക്കാൻ വേണ്ടിയാണ് ബറോഡ പോലീസ് കേസെടുത്തത്. പക്ഷെ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. പത്രങ്ങളിൽ വാർത്ത വന്നു, ബറോഡ പോലീസ് 2 പ്രേതങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. നമ്മുടെ മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള അദർശ ശക്തികളൊക്കെ ഉണ്ട്. ചിലതൊക്കെ മാനസിക രോഗമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ചിലതൊക്കെ ആ വ്യക്തിയുടെ മോശം സ്വഭാവം എന്ന് നാം ചിന്തിക്കുന്നതിൻ്റെ പിന്നിൽ, ചില കുടുംബങ്ങളെ തകർക്കുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ചില അശുദ്ധ ആത്മാക്കളുടെ ശക്തികളുണ്ട്. കുടുംബങ്ങൾക്കകത്ത് വലിയ പ്രശ്നം. കോടതിയിൽ കേസിന് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിൽ വരിക. പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ അദൃശ്യ ലോകത്തിലെ കുറ്റവാളിയെ, ഈ തിന്മയുടെ ശക്തിയെ യേശുവിൻ്റെ ശക്തി അറസ്റ്റ് ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോഴങ്ങനെ ആകട്ടെ, അടുത്ത ആഴ്ച ഒരു പുതിയ പാഠവുമായി പിന്നെയും വരുന്നതാണ്. അതുവരെയും നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.